ഹൗസിൽ നിന്ന് ഇറങ്ങുന്ന ശേഷമല്ല ദുബായ് ട്രിപ്പ്, ബഹ്റൈൻ, ചുമ്മാ ഇരുന്നിട്ടില്ല, വീട്ടിൽ വെറുതെ ഇരുന്നിട്ടില്ലല്ലോ. അതിലുണ്ട് കേട്ടോ. റാസൽ കൈമയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളാ. എന്നിട്ട് പറയാം കൊളാബറേഷൻ. എന്തായാലും കൊളാബറേഷനൊക്കെ ഉള്ളത് കൊണ്ട് കൊള്ളാം. ദുബായ് റാസൽ കൈമ. അവിടെ നമ്മുടെ ചെമ്പരത്തി റെസ്റ്റോ ബാറിന്റെ ഇനോഗ്രേഷൻ ആണ് ആള്. ഞാന് 2-ാം തീയതി തിരിച്ചു വരും. പേടിപ്പിക്കാതെ. എന്തായാലും നല്ല അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ഞാൻ ദുബായിലുള്ള റാസൽ കൈമയിലേക്ക് പോവാണ് ചെമ്പരത്തി ബാർ ഉദ്ഘാടനം ചെയ്യാനായിട്ട്. എന്തൊരു അന്തസ്സാണ്, എന്തൊരു അഭിമാനമാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. ഈ അടുത്ത സമയത്ത് പറഞ്ഞായിരുന്നു, ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് ഞാനങ്ങ് കഷ്ടപ്പെട്ടായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു. പണമാണ് എല്ലാം വലുത്, അത് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടായിരിക്കും ഇപ്പം എങ്ങനെയാണെങ്കിലും പണം ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ വന്നിട്ടുള്ളത്. എന്തായാലും അമ്മയുടെ സബ്സ്ക്രിപ്ഷനൊക്കെ കണ്ടിട്ട് കിളി പോയിരിക്കുകയാണ് കിച്ചു. അപ്പം കിച്ചുവിൻ്റെ ഒരു റീലുണ്ട്, അത് ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള ഒരു റീൽ. ആ റീലൊന്ന് നിങ്ങൾ കണ്ടു നോക്ക്. എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇരട്ടത്തടം സമയത്ത് എൻ്റെ ലൈഫിലോട്ട് വെട്ടം കൊണ്ടുവന്ന ഒരാളുണ്ട്. അതൊക്കെ ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാട്ടാ. അപ്പം ഇതിൽ വന്ന കമൻ്റ് ആണ് കേട്ടോ ഹൈലൈറ്റ്. ആ കമൻ്റ് ഒന്ന് കാണേണ്ടതാണ്. അപ്പം ഇതിനകത്ത് പറയുന്ന ഇരുട്ടിൽ നിന്നും വെളിച്ചമേകിയ ആളെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അടിയിൽ വന്ന് ചോദിക്കുന്നു, അമ്മ രേണുസുതിയാണ്. അപ്പോഴത്തേക്ക് കിച്ചു പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞിട്ട് ഒരു സിമ്പലും. അപ്പം അതിനർത്ഥം എന്താ, ആ അയ്യോയിലുണ്ട് എല്ലാം. ആ കൊച്ചിൻ്റെ പലതും പറയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു കൊച്ചാണ്. സത്യം പറഞ്ഞാൽ ആ കൊച്ചിനെ ഓർത്ത് നമുക്ക് സിമ്പതിയാണ്. കാരണം അച്ഛനില്ല, അമ്മയില്ല, അച്ഛൻ്റെ വീട്ടുകാർ മാത്രമാണ് ഏക ആശ്രയം. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് പോലെ ഇവർ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന പോക്കറ്റ് മണി, ഇത് മാത്രം. അല്ലാതെ ഈ കൊച്ചിനൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. സാധാരണ നമ്മൾ കാണുന്നത് എന്താ, സെലിബ്രിറ്റികളൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ട്. അവർ മാസത്തിൽ 2 തവണ 3 തവണയൊക്കെ പോകുന്ന സെലിബ്രിറ്റീസ് ഉണ്ട് പല ആവശ്യങ്ങൾക്കായിട്ട്. പക്ഷെ ഇവരാരും വരുന്നതും പോകുന്നതും ആരും അറിയത്തില്ല. പക്ഷെ ഈ സ്ത്രീ മാത്രം പോകുന്നതും വരുന്നതുമല്ല ഈ ലോകമെമ്പാടും അറിയിക്കും. ആ എയർപോർട്ടിൽ നിന്ന് നോക്കിക്കേ, ചുറ്റിനും കുറേ എണ്ണം നിൽക്കുകയാണ് ക്യാമറയും പിടിച്ചുകൊണ്ട് ഇവരുടെ വിശേഷം തിരക്കാനായിട്ട്. അപ്പോൾ എന്താ, ഈ ലോകം മൊത്തം എല്ലാം അറിയിക്കുന്നത് ഇവർ തന്നെയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഉണ്ടോ, ഏതെങ്കിലും ഒരാളുണ്ടോ ഇങ്ങനെ പോകുമ്പോൾ അവിടെയെല്ലാം 10-15 യൂട്യൂബർമാരെയും കൊണ്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ ഇവർക്ക് വേണ്ടത് എന്താണ്, ഈ റീച്ചാണ്. ഈ ഇത്രയും പേരെയും കൊണ്ടുപോയി എപ്പോൾ നോക്കിയാലും സോഷ്യൽ മീഡിയയിൽ ഇവരിങ്ങനെ നിറഞ്ഞു നിൽക്കണം. ഒരെണ്ണത്തിനകത്ത് പറയുന്നുണ്ടായിരുന്നു, ഇൻസ്റ്റ വന്നാ രേണുസുതി, ഫേസ്ബുക്ക് വന്നാ രേണുസുതി, യൂട്യൂബ് തുറന്നാ രേണുസുതി, എവിടെ രേണുസുതി മയമാണെന്ന് ഇവർ തന്നെ പൊങ്ങച്ചത്തിൽ പറയുന്നുണ്ടായിരുന്നു. എങ്ങനെ വരാതിരിക്കും? 10-15 പേരെ ഇങ്ങനെ വെച്ചേക്കുമല്ലേ, പിന്നെ എങ്ങനെ വരാതിരിക്കും? സ്റ്റോറി ഇടും, ഞാൻ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്നടുത്തുണ്ടാവും. ഇത്രയും പേരും അവിടെ ചെല്ലും. കാരണം അവർക്ക് റീച്ച് ആകുമല്ലോ. ഈ നാട്ടുകാർ പറയുന്നില്ലേ, ഇവരെ വിറ്റ് അരി വാങ്ങിക്കുന്നു, ഇവരെ വിറ്റ് തിന്നുന്നു എന്ന്. ഈ ചുറ്റിനും നിൽക്കുന്ന ഈ യൂട്യൂബർമാരുണ്ടല്ലോ, അവരാണ് ഇവരെ വിറ്റ് തിന്നുന്നത്. അല്ലാതെ ഞങ്ങളാരുമല്ല. ഞങ്ങളിങ്ങനെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഈ സ്ത്രീ ഇങ്ങനെ നിൽക്കുന്നത്. അത് ബിനുവടിമാൽ പറഞ്ഞല്ലോ, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് അവരിങ്ങനെ നിൽക്കുന്നത്. ഈ നിലയിൽ എത്തിയത് തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുള്ളത് കൊണ്ടാണ് എന്ന്. എന്നിട്ട് നമുക്കിട്ട് തെറി, നമ്മുടെ വീടിൻ്റെ വാതിക്കൽ രേണുസുതി ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് എഴുതി വെക്കാൻ. അങ്ങനെയൊന്നും അല്ല സ്ത്രീയെ, നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ വാതിക്കൽ എഴുതി വെക്ക്, റിയാക്ഷൻ വ്ളോഗേഴ്സ് ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് നിങ്ങൾ എഴുതി വെക്ക്. അതാണ് ഏറ്റവും ഉത്തമം കേട്ടോ. റാസൽ കൈമയിലെ ചൂടൻ രംഗങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് ഇട്ട് തരും. എല്ലാവരോടും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് ഒന്നും എടുത്തിടരുതേ. സ്ക്രീൻഷോട്ട് വേണം എടുത്ത് നിങ്ങൾ വെച്ചോ, പക്ഷെ അപ്ലോഡ് ചെയ്യലും, പക്ഷെ ലീക്ക് ആക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഇവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാകരയായിരിക്കും, ചാകര.